നമസ്കാരം. ചില രാജ്യങ്ങൾ യുദ്ധം ജയിക്കുന്നത് ആയുധങ്ങളുടെ എണ്ണം ഉപയോഗിച്ചാണ്. ചില രാജ്യങ്ങൾ യുദ്ധം അതിജീവിക്കുന്നത് ആത്മവിശ്വാസത്തിന്റെ കരുത്ത് ഉപയോഗിച്ചാണ്. ഇന്ന് ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത് ഇറാൻ ആ രണ്ടാമത്തെ വിഭാഗത്തിന്റെ പ്രതീകമായാണ് സ്വയം അവതരിപ്പിക്കുന്നത്. വർഷങ്ങളായ ഉപരോധങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സൈനിക ആക്രമണങ്ങൾ, നേതൃനിരയിലേറ്റ പ്രഹരങ്ങൾ, ഇത്രയൊക്കെ നേരിട്ടിട്ടും എന്തുകൊണ്ടാണ് ടെഹ്റാന്റെ ശബ്ദം ഇന്നും വിറയ്ക്കാതെ മുഴങ്ങുന്നത്? അതാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചോദ്യം. രാത്രി അതിശക്തമായ ആക്രമണം നടത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോഴും പ്രതിധ്വനിക്കുന്നത്. ഇതുവരെ കണ്ട ഇറാൻ ആയിരിക്കില്ല ഇനി എന്നായിരുന്നു മറുപടി. അബദ്ധ തീരുമാനങ്ങൾ അവസാനമില്ലാത്ത അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ് ആണ് മുന്നറിയിപ്പ് നൽകിയത്. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ആഗോള ഊർജ്ജ വിപണി തകരുമെന്നും ദീർഘകാല പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുമാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. സോഷ്യൽ മീഡിയയിലാണ് ഖാലിബാഫ് അമേരിക്കയ്ക്ക് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയത്. തെറ്റായ തന്ത്രങ്ങളും പെട്ടെന്നുള്ള തീരുമാനങ്ങളും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയേ ഉള്ളൂ. ഇത് ഊർജ്ജ വിപണിയെയും അടിസ്ഥാന സൗകര്യങ്ങളെയും തകർക്കുകയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മറ്റൊരു ഇറാനെ ആയിരിക്കുമെന്നും ഖാലിബാഫ് കുറിച്ചുവെച്ചു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വെറുമൊരു പ്രസ്താവനയല്ല, അതൊരു സന്ദേശമാണ്, ഭീഷണിയാണ്. ആവേശപരമായ തീരുമാനങ്ങൾ എടുത്താൽ വർഷങ്ങളോളം നീളുന്ന പ്രതിസന്ധിയിൽ നിങ്ങൾ കുടുങ്ങും എന്നാണ് അദ്ദേഹം ട്രംപിനോട് പറഞ്ഞത്. ഊർജ്ജാടിസ്ഥാന സൗകര്യങ്ങൾ തകരും, വിപണികൾ കത്തി നശിക്കും, ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് അതിന്റെ ആഘാതം സഹിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അതിലുണ്ട്. അമേരിക്ക ഇന്നലെ രാത്രി ഇറാനെതിരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. അത് ട്രൂത്ത് സോഷ്യലിലൂടെ ആയിരുന്നു. ഇറാന്റെ നാവികസേന, വ്യോമസേന, റഡാർ, മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുടെ എല്ലാം ആക്രമണ ശേഷി ഇതിനകം തന്നെ ഇല്ലാതായി കഴിഞ്ഞു എന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. മാത്രമല്ല, ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സായ ഖാർഗ് ദ്വീപ് വരും ദിവസങ്ങളിൽ അമേരിക്ക പിടിച്ചെടുക്കുമെന്നും ട്രംപ് ഭീഷണിയും മുഴക്കി. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഈ തന്ത്രപ്രധാന ദ്വീപ് വഴിയാണ്. വൈകാതെ തന്നെ ഖാർഗ് ദ്വീപും ഇറാന്റെ മറ്റ് എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും പിടിച്ചെടുക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഉണ്ടായത്. വെനസ്വേലയിൽ ചെയ്തതുപോലെ ഇറാനിലെ എണ്ണ വാതക വിപണികളുടെ പൂർണ്ണ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഈ പരാമർശമാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. അതിനിടെ മേഖലയിലെ സംഘർഷം കാരണം ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയാണെന്ന് ഇറാൻ അറിയിക്കുകയും ചെയ്തിരുന്നു. കപ്പലുകൾക്ക് പൂർണ്ണ നിരോധനമാണ് ഏർപ്പെടുത്തിയിരുന്നത്. എണ്ണ ടാങ്കറുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെ എല്ലാത്തരം കപ്പലുകൾക്കും നിരോധനമുണ്ടായിരുന്നു. വിലക്ക് ലംഘിച്ച കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വെടിനിർത്തൽ കരാർ അമേരിക്ക തുടർച്ചയായി ലംഘിച്ചുവെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും പ്രതികരിച്ചു. ഒന്നുകിൽ ഇറാന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ അവശേഷിക്കുന്ന വിശ്വാസ്യതയും കളഞ്ഞു കുളിക്കുക എന്ന് ട്രംപിന് മുന്നറിയിപ്പുമായി ഇറാൻ ഉപദേഷ്ടാവ് മോസിൻ റിസയും രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ ആത്മധൈര്യത്തിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം അതിന്റെ ഭൂമിശാസ്ത്രമാണ്. ലോക എണ്ണ വ്യാപാരത്തിന്റെ സുപ്രധാന കവാടമായ ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നാണ് രാജ്യം നിലകൊള്ളുന്നത്. ആ പ്രദേശത്തുണ്ടാകുന്ന ഏത് സംഘർഷവും ലോക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഇറാനെതിരായ ഒരു യുദ്ധം ഒരു രാജ്യത്തിനെതിരായ യുദ്ധമായി മാത്രം ഒതുങ്ങുന്നില്ല, അത് ആഗോള വിപണികളിലേക്കും വ്യാപിക്കുന്നു. മറ്റൊരു കാരണം വർഷങ്ങളായി രൂപപ്പെടുത്തിയ മിസൈൽ ഡ്രോൺ ശൃംഖലയാണ്. സൈനികമായ അമേരിക്കയ്ക്ക് അതിശക്തമായ മേൽക്കൈ ഉണ്ടായിരിക്കാം, എന്നാൽ ഇറാന്റെ തന്ത്രം നേരിട്ടുള്ള ഏറ്റുമുട്ടലല്ല, മറിച്ച് ദീർഘകാല ചെലവ് സൃഷ്ടിക്കുന്ന പ്രതിരോധ തന്ത്രമാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി കൂടുതൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാന്റെ സൈനിക നേതൃത്വം ആവർത്തിച്ചു പറയുന്നത്. അതേസമയം ട്രംപിന്റെ നിലപാടുകളിലും വൈരുദ്ധ്യങ്ങൾ കാണാം. ഒരു വശത്ത് ഖാർഗ് ദ്വീപും എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിടുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ മറുവശത്ത് സമാധാന കരാർ അടുത്തുവെന്ന് പറഞ്ഞ് പുതിയ ആക്രമണങ്ങൾ റദ്ദാക്കുകയും ചെയ്യുന്നു. ഇറാനും അന്തിമ കരാർ നിലവിലില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വൈരുദ്ധ്യങ്ങൾ തന്നെ അമേരിക്കൻ തന്ത്രത്തിന്റെ സങ്കീർണത വെളിപ്പെടുത്തുന്നുണ്ട്. ഇറാൻ ഇന്ന് ലോകത്തോട് പറയുന്നത് സാമ്പത്തികമായി തളർത്താം, സൈനികമായി ആക്രമിക്കാം, പക്ഷേ കീഴടങ്ങാൻ നിർബന്ധിക്കാനാവില്ല എന്നാണ്. അതിനാൽ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്നത് വെറും മിസൈലുകളുടെ പോരാട്ടമല്ല, അത് ഇച്ഛാശക്തികളുടെ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ആരാണ് ജയിക്കുക എന്നതിലുപരി ലോകം എത്ര വലിയ വില കൊടുക്കേണ്ടി വരും എന്നതാണ് ഇന്ന് മനുഷ്യരാശിയെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ചോദ്യം.